നമസ്തേ. പത്തനംതിട്ടയിലെ ഒരു വൃദ്ധസദനത്തെ ചുറ്റിപ്പറ്റി ഉയർന്നുവന്ന ഗുരുതര ആരോപണങ്ങൾ കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ചെന്നീർക്കര വെട്ടോലിമലയിലെ സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും നേരെ ശാരീരിക പീഡനം, ബാലവേല, ചൂഷണം, ഭീഷണിപ്പെടുത്തൽ, മതപരിവർത്തന ശ്രമങ്ങൾ ഉൾപ്പെടെ നിരവധി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്നാണ് പരാതികൾ. ഈ വൃദ്ധസദനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായി പറയപ്പെടുന്ന ഓമല്ലൂരിലെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനും അതിന്റെ ഉടമയായ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിനും എതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും പരാതികൾ ഉണ്ടായിട്ടും അന്വേഷണത്തിൽ മെല്ലെപ്പോക്കാണ് നടക്കുന്നതെന്ന വിമർശനവും ശക്തമാകുകയാണ്. രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക ശക്തിയും അന്വേഷണത്തെ ബാധിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? എന്തൊക്കെയാണ് പരാതികളിൽ പറയുന്നത്? ഇതുവരെ അന്വേഷണ ഏജൻസികൾ സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ്? ഈ വിഷയത്തിൽ തത്തുമയി ന്യൂസിനോട് പ്രതികരിക്കുകയാണ് അധ്യാപകനും ABVP സംസ്ഥാന ഉപാധ്യക്ഷനും MG യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും കൂടിയായിട്ടുള്ള അരുൺ മോഹൻ. ആ പ്രതികരണത്തിലേക്ക്. എലോഹിം വർഷിപ്പ് സെന്റർ കേന്ദ്രീകരിച്ച് വലിയ ഗുരുതരമായ ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനം, ചെറിയ കുട്ടികളെയും വയോജനങ്ങളെയും ക്രൂരമായി പീഡിപ്പിക്കുന്നു, സാമ്പത്തികമായി വലിയ രീതിയിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നു, ബോധപൂർവമായ മതപരിവർത്തന ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായി തെളിവുകൾ സാമൂഹ്യനീതി വകുപ്പിന് ലഭിച്ചതിന് ശേഷം അവരുടെ പരിശോധനയിൽ അത് ശരിയാണ് എന്ന് തെളിഞ്ഞതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും ഈ വൃദ്ധസദനം അതിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുകയും അവിടെയുള്ള അന്തേവാസികളെ സർക്കാരിൻ്റെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തത്. ഇത്രയുമായിട്ടും അതിൻ്റെ മാനേജറുടെ പേരിൽ അല്ലെങ്കിൽ പീഡിപ്പിച്ച ഒന്നോ രണ്ടോ വ്യക്തികളുടെ പേരിൽ എന്തെങ്കിലും ഒരു മനുഷ്യൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഈ കേസ് ഒതുക്കി തീർക്കാനാണ് ബോധപൂർവമായി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും സാമൂഹ്യനീതി വകുപ്പും ശ്രമിക്കുന്നത്. അതിൻ്റെ കാരണം ഏതാണ്ട് മണ്ഡലം പ്രസിഡന്റ് മുതൽ CPM സംവിധാനത്തിലാണെങ്കിൽ ലോക്കൽ കമ്മിറ്റി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ അങ്ങ് ടോപ്പിൽ പ്രതിപക്ഷ നേതാവ് വരെ, ഭരണ സംവിധാനത്തിൽ ഏറ്റവും ടോപ്പിൽ മുഖ്യമന്ത്രി വരെ ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിന് വിധേയരായി എന്ന് വേണം നമ്മൾ കരുതാൻ. അതിന് കാരണം നമ്മൾ പലപ്പോഴും ഈ അദ്ദേഹം തന്നെ പരസ്യമായി പറയുന്ന വീഡിയോകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന രാഷ്ട്രീയക്കാരെല്ലാം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു. അദ്ദേഹം CMൻ്റെ ഓഫീസിൽ നിന്ന്, അദ്ദേഹത്തിന് ഒരു സ്വന്തം സഹചാരിയായ പാസ്റ്റർ പറയുന്നു, CMൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ ഞാനിവിടെ SHOയെ ബന്ധപ്പെട്ട സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും, കുറുവടിയുമായി വന്നോളൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഗുണ്ടകൾ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ മുമ്പ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്, അവർക്ക് അടിയും തടയും വെട്ടാനും കുത്താനും വരെ അറിയാം. ഈ വെർബലായി പോലും ഇത്തരം വാക്കുകൾ പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ സോമോട്ടോ കേസെടുക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊന്നും ചലിക്കുന്നില്ല എന്ന് പറയുന്നിടത്ത് വളരെ കൃത്യമായി 2014 ഒരു ചെറിയ ആരാധനാലയം എന്ന് വിളിക്കാൻ സാധിക്കില്ല, ഒരു ചെറിയ മുറിയിൽ 10 പേരെ കൂട്ടിയിട്ട് ഇയാൾ ആരാധന തുടങ്ങുന്നത് പത്തനംതിട്ട നഗരത്തിൽ. പിന്നീട് 10 വർഷം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഏതാണ്ട് 5 ആരാധനയ്ക്ക് 2 ലക്ഷം രൂപ വാടക കൊടുക്കുന്ന ഒരു വലിയ സെന്ററിൽ അദ്ദേഹം ആരാധന മാറ്റി. പെന്തക്കോസ്ത് മറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള പെന്തക്കോസ്ത് വിശ്വാസികളെയും അതേപോലെ തന്നെ ഹിന്ദുക്കളായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെയും ഇതര ക്രൈസ്തവ വിശ്വാസികളെ ഉൾപ്പെടെ ഇദ്ദേഹം നിലവിൽ ഇദ്ദേഹത്തിൻ്റെ എലോഹിം വർഷിപ്പ് സെന്റർ മുഖേന ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്ര പരസ്യമായി തന്നെ ഹിന്ദു ദേവീ ദേവന്മാരെ പരസ്യമായി അവഹേളിച്ചുകൊണ്ട് ഭദ്രകാളി കുടുംബം കലക്കിയാണ് എന്നുള്ള പ്രസ്താവനകളൊക്കെ നടത്തുന്നതും വീഡിയോയിലൂടെ നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടു. ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ പരാതിയിൽ ഈ സമയം വരെ പോലീസ് കേസെടുത്തില്ല. 2019 കുളനട കേന്ദ്രീകരിച്ച് ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട വലിയ വിഷയമുണ്ടായി. ഇയാളുടെ പേരിൽ ഇലവന്തിട്ട പോലീസ് കേസെടുത്തിരുന്നു, FIR ഇട്ടിരുന്നു അന്ന്. പക്ഷേ ഇതൊന്നും തുടർ നടപടികൾ ഉണ്ടായി കണ്ടില്ല. ഇയാളുടെ സ്ഥാപനത്തിലെ സ്വന്തം സഹചാരിയായിരുന്ന മറ്റൊരു പാസ്റ്റർ ഒരു സ്ത്രീയെ ലൈംഗികമായി
നിർബന്ധിക്കുന്നത്, ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുന്ന ഓഡിയോ ക്ലിപ്പ് സഹിതം അവർ കൊല്ലം റൂറൽ എസ്.പിക്ക് പരാതി കൊടുത്തിട്ടും ഈ ബിനു വാഴമുട്ടത്തിന്റെ സ്വാധീനത്തിൽ ആ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോയതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ നിലവിലുള്ള കേസിലും വളരെ ക്രൂരമായി വയോജനങ്ങളെ പീഡിപ്പിച്ച വൃദ്ധസദനം, കരുണാലയം എന്നുള്ള പേരിൽ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് ആ മനുഷ്യരുടെ പണം സ്വീകരിച്ചിട്ട് അവരെ തിരിഞ്ഞു നോക്കാതെ, അവർക്ക് ഭക്ഷണം കൊടുക്കാതെ, ഭക്ഷണമൊക്കെ ആവശ്യപ്പെടുന്ന സമയത്ത് അടിച്ച് മർദ്ദിച്ച് അവശരാക്കി 16ഉം 17ഉം വയസ്സ് പ്രായമുള്ള കുട്ടികൾ, 2 വയസ്സുള്ളൊരു കുട്ടിയെ ഉൾപ്പെടെ ആ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ 2 വയസ്സുള്ള കുട്ടിയും 16 വയസ്സുള്ള കുട്ടിയും 17 വയസ്സുള്ള കുട്ടിയും എങ്ങനെയാണ് വൃദ്ധസദനത്തിൽ വന്നതെന്ന് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. ഈ 16 വയസ്സുള്ള കുട്ടിയെ അദ്ദേഹത്തിൻ്റെ വലിയ വീടുപണി നടക്കുന്ന സ്ഥലത്ത് ബാലവേല ചെയ്യുന്നതിനായി കൊണ്ടുപോയിരുന്നു എന്നുള്ള മൊഴികളും ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ കുട്ടിയെ ഉൾപ്പെടെയാണ് ഇദ്ദേഹം മർദ്ദിച്ചത്. മാത്രവുമല്ല, CWCയുടെ നോംസ് അനുസരിച്ചിട്ട് ഒരു ഇത്തരം സ്ഥാപനങ്ങളിൽ ഇത് വൃദ്ധാശ്രമമാണ്, മീൻസ് കരുണാലയമാണ്, വൃദ്ധസദനമാണ്. അവിടെ കുട്ടികളെ പാർപ്പിക്കാൻ സാധിക്കില്ല, ഒന്നാമത്തെ കാര്യം. ഇനി കുട്ടികളെ പാർപ്പിക്കാൻ ഉള്ള സ്ഥാപനങ്ങളിൽ തന്നെ CWCയിൽ അവരുടെ മാതാപിതാക്കളോ ബന്ധപ്പെട്ട ഒരു അപേക്ഷ വെച്ചാൽ ആ അപേക്ഷ പരിഗണിച്ചതിന് ശേഷം CWC നിർദ്ദേശിക്കുന്ന സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് ജില്ലയിൽ ഇവരെ അയക്കാൻ സാധിക്കുന്നത്. മറ്റു ജില്ലകളിലേക്ക് സാധിക്കുകയുമില്ല, അല്ലെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ ഉൾപ്പെടെ വാങ്ങണം. ഈ പീഡിപ്പിക്കപ്പെട്ട 2 കുട്ടികളിൽ ഒരാൾ കോട്ടയം ജില്ലക്കാരനാണ്, മറ്റൊരാൾ ഇടുക്കി ജില്ലയിൽ അണക്കര സ്വദേശിയാണ്. ഇതെല്ലാം ഈ ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ മനുഷ്യാവകാശ ലംഘനത്തിന് പുറമെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഒരു ലൈസൻസും ഇല്ലാതെ, ഒരു രേഖകളും കൂടാതെ മനുഷ്യരെ പാർപ്പിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സമഗ്രമായ ഒരു അന്വേഷണം നടന്നാൽ മാത്രമാണ് നമുക്ക് ഈ മനുഷ്യക്കടത്ത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇദ്ദേഹം പങ്കാളിയായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നു. അതുകൊണ്ട് കേവലം സാമൂഹ്യനീതി വകുപ്പോ ആഭ്യന്തര വകുപ്പോ മാത്രം അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലിത്. ഈ വിഷയത്തിൽ സമഗ്രമായ ഇടപെടൽ പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ എലോഹിം വർഷിപ്പ് സെന്റർ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ അവിടെ പ്രതികരിച്ചത് ഓമല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കുറച്ചു പേർ മാത്രമാണ്. പക്ഷേ അവരെയും ഭീഷണിപ്പെടുത്തി പരസ്യമായി ഒരു വാഹനത്തിൽ, ആ വാഹനത്തിന്റെ നമ്പർ സഹിതം ഒരു പരാതി കൊടുത്തിട്ട് ഇനിയും നടപടിയെടുത്തിട്ടില്ല. ഒരു വാഹനത്തിലെത്തിയ ഗുണ്ടകൾ 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല, നിങ്ങളെ കൊന്നുകളയുമെന്ന് പരസ്യമായി ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്നു നിന്ന് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയ സാഹചര്യവും ഈ കേരളത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നിരന്തരമായി മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടും തുടക്കത്തിൽ മാധ്യമങ്ങളെല്ലാം ഇതിനൊപ്പം ഉണ്ടായിരുന്നെങ്കിലും സാമ്പത്തികം വാങ്ങി ഈ മാധ്യമങ്ങളെല്ലാം ഈ കേസ് ഒതുക്കി തീർക്കുന്നതിന് സഹായിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ, മനസ്സിലാക്കാൻ. എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ അടുത്ത ദിവസം പുറത്തുവിടാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതൃത്വം പണം വാങ്ങുന്നു, മാധ്യമപ്രവർത്തകർ പണം വാങ്ങുന്നു, അങ്ങനെ തനിക്ക് എന്തുമാകാം എന്നൊരു അഹങ്കാരം ഒരു ദൈവദാസൻ എന്നൊക്കെ പുറമെ പറഞ്ഞു നടക്കുന്ന ഒരു ക്രിമിനലിനുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒറ്റപ്പെടുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിന്റെ കടമയും കർത്തവ്യവുമാണ്. കേന്ദ്ര ഏജൻസികൾ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുവരത്തെ സംബന്ധിച്ച് കൃത്യമായി പഠനം നടത്തണം. ചെന്നീർക്കര പഞ്ചായത്തിൽ വളരെ വ്യാപകമായി ഭൂമി വാങ്ങിക്കൂട്ടിയ സജിമോൻ എന്ന ഒരു പാസ്റ്ററുണ്ട്. ഇദ്ദേഹവുമായി വളരെ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ഉൾപ്പെടെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഏതാണ്ട് 80% സജിമോൻ്റെ പണമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഈ സജിമോനും വിനു വാഴമുട്ടവും പാസ്റ്റർ തോമസും എല്ലാം ചേർന്നുള്ളൊരു ഉപജാപക വൃന്ദം വലിയ ഭൂമാഫിയയായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കളെ, ഭൂരഹിതരായ ആളുകൾക്ക് ഭൂമി കൊടുത്ത്, വീട് വെച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നതിൻ്റെ മറവിൽ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറാവണം. നിലവിലുള്ള കേസിൽ പരാതിയിന്മേൽ കേസെടുത്ത് കൃത്യമായ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെ തയ്യാറാകേണ്ട സാഹചര്യമുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. അതെ, അരുൺ മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഏറെ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. കുട്ടികളുടെയും വയോജനങ്ങളുടെയും സുരക്ഷയെ സംബന്ധിക്കുന്ന പരാതികൾ അതീവ ഗൗരവത്തോടെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. കൂടാതെ നിർബന്ധിത മതപരിവർത്തനം, ഹൈന്ദവ സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുക, ഹൈന്ദവ ദേവീദേവന്മാരെ അവഹേളിച്ച സംഭവം, ഇതൊക്കെ ഉയർന്ന സാഹചര്യത്തിൽ സത്യം എന്താണെന്ന് നിയമപരമായ അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാക്കേണ്ടത്. ഇതിനു പിന്നിൽ പ്രത്യേക മതം മാറ്റ ലോബികളുണ്ടോ,
ഫണ്ടിംഗ് നടക്കുന്നുണ്ടോ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തണം. കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർ ആരായാലും നിയമത്തിന് മുന്നിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. ഈ കേസിൽ സമഗ്രവും സുതാര്യവും സമയബന്ധിതവുമായ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് പരാതിക്കാരുടെയും പൊതുസമൂഹത്തിന്റെയും ആവശ്യം. അന്വേഷണത്തിന്റെ പുരോഗതിയും ഔദ്യോഗികമായി പുറത്തുവരുന്ന വിവരങ്ങളും ഞങ്ങൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിക്കും. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടുതൽ വിശകലന വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.